നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചുരിദാറൊക്കെ ഇട്ടിട്ട് കല്യാണത്തിനോ വേറെ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മേക്കപ്പാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് സ്കിന്ന് നന്നായിട്ട് പ്രെപ്പ് ചെയ്യുക എന്നുള്ളത്. അതിന് ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ നിങ്ങൾ ബേസ് ആയിട്ട് ഇടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. സ്കിന്ന് നന്നായിട്ട് പ്രെപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലിപ്സും ചുണ്ടുകളും നന്നായിട്ട് പ്രെപ്പ് ചെയ്ത് മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുക എന്നുള്ളത്. നമുക്ക് ആദ്യം ഐ മേക്കപ്പ് ചെയ്തിട്ട് തുടങ്ങാം. ഞാനിവിടെ ഐലിഡ് ഒന്ന് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെബലിൻ്റെ ഏജ് റിവൈൻഡ് കൺസീലറാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഐലിഡിൽ എന്തെങ്കിലും തരത്തിലുള്ള കളർ ഡിഫറൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ നമ്മൾ ഐ ഷാഡോൻ്റെ കളറ് അതേ രീതിയിലുള്ള നന്നായിട്ട് പോപ്പ് ചെയ്ത് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഐലിഡ് നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുന്നത്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു പ്രസ്ഡ് ബനാന പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൂടാതെ ഈ ഒരു കൺസീലർ ക്രീസ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഞാനിവിടെ നിക്കയുടെ ഈ ഒരു പാലറ്റാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഇത് എൻ്റെ സ്കിൻ കളറിനേക്കാളും കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതാണ് നമ്മളിവിടെ ട്രാൻസിഷൻ കളറായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് കുറച്ചൊരു ഹൂഡഡ് ഐസ് ആണ്. അപ്പോൾ നമുക്ക് ഹൂഡ് ഏരിയ അതായത് ഐലിഡിൻ്റെ ആ ഒരു സ്പേസ് കുറവായിരിക്കും. അപ്പം അതൊന്ന് കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിന്നിനേക്കാളും കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് കുറച്ച് മേലേക്കായിട്ട് ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഐ മേക്കപ്പ് ഞാൻ ഇതിനകത്ത് വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ബിഗിനേഴ്സിനും എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐ മേക്കപ്പാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് കളറൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് ഞാൻ കാണിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഷെയ്ഡ് എൻ്റെ ഡ്രസ്സിൻ്റെ ഏകദേശം ചേർന്ന് നിൽക്കുന്ന ഒരു ഷിമ്മർ കളറാണിത്. ഒരു വ്യത്യാസമുള്ള കളറാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ കളർ അതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ കൊടുക്കുന്നത്. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ഗോൾഡ് കളറോ അല്ലെങ്കിൽ റോസ് ഗോൾഡ് ഷെയ്ഡോ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഡ്രസ്സിൻ്റെ കളർ ഏതാണോ അത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കൊടുക്കുമ്പം ഡ്രസ്സിന് നന്നായിട്ട് സ്യൂട്ടാവും എന്നുള്ളതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് കൊടുത്തത്. അത് കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് ഏതെങ്കിലും വിട്ടുപോയ ഭാഗം ഉണ്ടെങ്കിൽ അവിടെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ശേഷം നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ കളർ വെച്ചിട്ട് ഈ എല്ലാ ഷെയ്ഡ്സും കൂടി ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഒരു ഷെയ്ഡിൽ നിന്ന് മറ്റൊരു ഷെയ്ഡിലേക്ക് വേറിട്ട് നിൽക്കില്ല. എല്ലാം നന്നായിട്ട് ബ്ലെൻഡായിട്ട് നിൽക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഐലൈനറായിട്ട് മെബലിൻ്റെ ഐലൈനറാണ്, കൊളോസൽ ആണെന്ന് തോന്നുന്നു. ഈ ഒരു പെൻ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. ചെറുതായിട്ടൊരു വിങ്ഡ് ലുക്കാണ് കൊടുക്കുന്നത്. ലാഷസ് ഒന്ന് കേൾ ചെയ്തതിന് ശേഷം ഇവിടെ മെബലിൻ്റെ ലാഷ് സെൻസേഷണൽ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു മസ്കാരയാണിത്. ശേഷം ഞാൻ അവസാനം ഫേക്ക് ലാഷസും കൂടി വെക്കുന്നുണ്ട്. അപ്പം അതോടുകൂടി നമ്മൾ ഐ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് മേക്കപ്പിലേക്ക് പോവാം. ഇവിടെ വൈബയുടെ ഈ ഒരു ബ്രൈറ്റനിങ് പ്രൈമറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല പ്രൈമറാട്ടോ. സ്കിന്ന് നന്നായിട്ട് സ്മൂതൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ബേസ് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ മേലെയായിട്ട്. അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് പോർ ഫില്ല് ചെയ്യുമോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. കുറച്ചും കൂടി ഒരു സ്മൂത്തനിങ് കൈൻഡ് ഓഫ് ഒരു പ്രൈമറാണിത്. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അടുത്തത് ചെറുതായിട്ടുള്ള ഒരു ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളർ കറക്റ്റർ ഉപയോഗിക്കുന്നില്ല. അത്ര അങ്ങോട്ട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഡാർക്ക് സർക്കിൾ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഈ ഒരു കൺസീലർ LA ഗേൾ പ്രോ കൺസീലിൻ്റെ പ്യോർ ബേജ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അണ്ടർ ഐയിൽ ഡാർക്ക് സർക്കിളോ കാര്യങ്ങളോ ഒന്നുമില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ BB ക്രീമോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്താ വെച്ചാൽ ഉപയോഗിക്കാം. ഞാൻ കുറച്ചും കൂടി ഒരു ഫ്ലോലെസ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് കൺസീലർ ഉപയോഗിച്ചതിന് ശേഷം അതിന് മേലെയായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കൺസീലർ മാത്രമായിട്ടും അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. ഞാൻ അധികവും ജസ്റ്റ് കൺസീലർ മാത്രം അപ്ലൈ ചെയ്തിട്ട് വിടാറാണ് പതിവ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക വളരെ വളരെ കുറവാണ് ഞാൻ. കൺസീലർ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് അതിന് മേലെ പൗഡർ ഇടാറാണ്. അതായത് കോമ്പാക്റ്റ് പൗഡറോ അല്ലെങ്കിൽ ലൂസ് പൗഡറോ ഇട്ട് സെറ്റ് ചെയ്യാറാണ് പതിവ്.
അപ്പം നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആവുന്നത് എന്താണ് നിങ്ങളുടെ സ്കിന്നിന് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തത് ഞാനിവിടെ മെബലിൻ്റെ ഈ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം ഡ്രൈയിങ് ആട്ടോ ഈ ഒരു ഫൗണ്ടേഷന്. പ്രത്യേകിച്ച് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് സ്കിന്നും നല്ല ഡ്രൈ ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഈ ഒരു അരഗൻ ഫേഷ്യൽ ഓയിൽ ഗുഡ് വൈബ്സിൻ്റെ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഇപ്പോൾ അപ്ലൈ ചെയ്യണത്. അല്ലാത്ത സമയത്ത് കുറച്ച് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. നിങ്ങളുടേത് ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഡ്രൈ സ്കിൻ, നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അല്ലാതെ ഈ ഫൗണ്ടേഷൻ നല്ല ഫൗണ്ടേഷനാട്ടോ. അത്യാവശ്യം നല്ല കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ബ്ലെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഫൗണ്ടേഷനോ ബിബി ക്രീമോ എന്താ വെച്ചാൽ അത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാം. മറക്കരുത്. ഇല്ലാച്ചാൽ കഴുത്തും ഫേസും വേറെ വേറെ കളറായിട്ട് ഇരിക്കും. പ്രത്യേകിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് നമുക്ക് ബേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മെബലിൻ്റെ ഫിറ്റ് മീ ലൂസ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഷെയ്ഡ് മീഡിയം ആണ്. നല്ല ഒരു ലൂസ് പൗഡറാണ്. നല്ലൊരു ഫിനിഷാണ് നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. ഞാൻ അണ്ടർ ഐ ഏരിയയും പിന്നെ ആ മൂക്കിൻ്റെ ആ ഭാഗവും സ്മൈൽ ലൈൻസിൻ്റെ ആ ഏരിയ മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം കുറച്ചും കൂടി ഒരു ഡ്യൂയി ഫിനിഷ് ആയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് ഐബ്രോസിലേക്ക് കടക്കാം. ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് n വൈൽഡിൻ്റെ ഈ ഒരു ഐബ്രോ പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഐബ്രോ ഇപ്പംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ അധികം വളർന്നിട്ടുമില്ല, എന്നാൽ നന്നായിട്ട് ട്രിംഡും അല്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ്. അതുകൊണ്ട് ഐബ്രോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി ഞാൻ. അപ്പം ഞാൻ ആദ്യം ഒന്ന് സ്പൂലി വെച്ച് കോംബ് ചെയ്ത് എന്തൊക്കെയാണ് വിട്ട ഭാഗം ആ ഭാഗമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടിയും ഇതേപോലെ ഒന്ന് സ്പൂലി വെച്ച് കോംബ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. എല്ലാ ഭാഗത്തേക്കും പ്രോഡക്റ്റ് നന്നായിട്ട് സ്പ്രെഡ് ആയിക്കോളും. ഇവിടെ കാജൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ബ്ലാക്ക് കളറല്ല ഉപയോഗിക്കുന്നത്. ഈ ഒരു ടെർക്കോയിസ്, ഗ്രീൻ, ബ്ലൂ അങ്ങനത്തെ ഒരു കളറാണ്. കാരണം എൻ്റെ ഡ്രസ്സ് അങ്ങനെ ആയത് കാരണം ആണ് ഈ ഒരു കാജൽ പെൻസിൽ ഉപയോഗിക്കുന്നത്. നല്ലൊരു കാജൽ മിസ് ക്ലെയറിൻ്റെ ആണ് ബ്രാൻഡ്. നല്ലൊരു കാജൽ പെൻസിലാണ്. ഇതിന് തന്നെ വേറെ കളേഴ്സും ഉണ്ട്. ബ്ലൂ അങ്ങനെ 1, 2, 3 കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്. നമുക്ക് ബ്ലാക്ക് പോലെ അങ്ങനെ ഇൻറ്റൻസ് ആയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യുമ്പം കുറച്ചൊരു വ്യത്യാസമായിട്ട് നമ്മളെ കണ്ണ് അതിലേക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം കളറിലുള്ള തന്നെ ഐ ഷാഡോ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, സ്പ്രെഡ് ആവണ്ട വിചാരിച്ചിട്ട്. ഇത് ഞാൻ അധിക ടൈം അപ്ലൈ ചെയ്ത് നിന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല അത് സ്പ്രെഡ് ആവുമോ എന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ക്രീം കോൺടൂർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എൻറ്റയർ ഫേസ് പൗഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മേലെ ക്രീം കോൺടൂർ ചെയ്യരുത്. ക്രീം കോൺടൂർ ചെയ്യുമ്പം ഫേസ് സെറ്റ് ചെയ്തില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. അല്ലാണ്ട് ഈ ഒരു പൗഡറിൻ്റെ മേലെ ക്രീം കോൺടൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫിനിഷിങ്ങും നന്നായിട്ടുണ്ടാവില്ല. ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഫേസ് സെറ്റ് ചെയ്യാത്ത കാരണം ഇപ്പോൾ ഈ ഒരു ക്രീം കോൺടൂർ കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ക്രീം കോൺടൂർ ചെയ്യുമ്പം. എന്നാൽ മാത്രമേ നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടുള്ളൂ. പൗഡർ കോൺടൂറിങ്ങും ക്രീം കോൺടൂറിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ പൗഡർ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കും. ക്രീം കോൺടൂർ ആകുമ്പം നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷാണ് കിട്ടുക. അപ്പോൾ മൂക്കിൻ്റെ ഭാഗം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തത്. ബ്ലഷായിട്ട് ഞാനിവിടെ ലാക്മേയുടെ ഈ ലിപ്പ് ആൻഡ് ചീക്ക് കളർ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പേര്. അതാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതും ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഒക്കെ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അധികം ഞാൻ ലിക്വിഡ് ക്രീമിലുള്ള സംഭവം തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഹൈലൈറ്ററായിട്ട് വെറ്റ് n വൈൽഡിൻ്റെ ഈ ഒരു ഹൈലൈറ്ററാണ് കൊടുത്തത്. ഈ ഒരു ഹൈലൈറ്റർ ഭയങ്കര നാച്ചുറൽ ഒരു ലുക്ക് തരുന്ന ഒരു ഹൈലൈറ്ററാണ് കേട്ടോ. നമുക്കൊരു ലിക്വിഡ് ഹൈലൈറ്റർ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക്, എസ്പെഷ്യലി ഫോട്ടോയിലൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട് ഒരു ഗ്ലോ മാത്രമേ ഈ ഒരു ഹൈലൈറ്റർ തരുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു പൗഡർ ഹൈലൈറ്റർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും അധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു വെറ്റ് n വൈൽഡിൻ്റെ. ഫേസസ് കാനഡേൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്പറൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. പിന്നെ ആ ഒരു ബ്രോ ബോണിൻ്റെ മേലെയും കൂടി ഹൈലൈറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെയിം വെറ്റ് n വൈൽഡിൻ്റെ ഹൈലൈറ്റർ തന്നെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത്രയാണ് നമ്മളെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇതാണ് നമ്മളുടെ ഫൈനൽ ഫിനിഷ്ഡ് ലുക്ക്.